കൊടുങ്ങല്ലൂരിൽ ബസ് കാത്തുനിന്ന യുവാവിനെ സമയം ചോദിച്ചെത്തിയ ആൾ ആക്രമിച്ചു. ശ്രീനാരായണപുരം പുതുമനപ്പറമ്പ് സ്വദേശി വിഷ്ണു പ്രസാദിനെയാണ് മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആക്രമിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് കൂടി ചേരുന്നുണ്ട്. സാരംഗ്, വിഷ്ണു പ്രസാദിനെ മൂർച്ചയുള്ള ആയുധം കൊണ്ടാണ് ആക്രമിച്ചത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പരിക്ക് ഗുരുതരമാണോ? കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂരിലാണ്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്താണ് ഇത്തരത്തിൽ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിന്നിരുന്ന 30 വയസ്സുള്ള വിഷ്ണു പ്രസാദ് എന്ന യുവാവിനെ മറ്റൊരാൾ ആക്രമിക്കാൻ തുനിയുന്നത്. അതോടൊപ്പം തന്നെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ട് കഴുത്തിന് കുത്തി പരിക്കേൽപ്പിക്കുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയാം. സംഭവം ഇങ്ങനെയാണ്. അതായത് ബസ് കാത്തു നിൽക്കുകയായിരുന്ന വിഷ്ണു പ്രസാദിന്റെ അടുത്തേക്ക് ഒരു അപരിചിതൻ കടന്നു വരുന്നു. ആ സമയത്ത് സമയം എത്രയായിരുന്നു ചോദിക്കുമ്പോൾ വിഷ്ണു പ്രസാദ് മറുപടി നൽകുന്നുണ്ട്. തന്റെ കയ്യിൽ ഫോണും അല്ലെങ്കിൽ മൊബൈൽ ഫോണോ വാച്ചോ ഇല്ല, അതുകൊണ്ട് തന്നെ സമയം അറിയില്ല എന്നും വിഷ്ണു പ്രസാദ് ഈ അപരിചിതനോട് മറുപടി നൽകുന്നു. ഇതിൽ പ്രകോപിതനായിട്ടാണ് ഈ അപരിചിതൻ വിഷ്ണു പ്രസാദിനെ വലിയ രീതിയിൽ ആക്രമിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ എന്തോ പോലെയുള്ള ഒരു മാരകമായിട്ടുള്ള അല്ലെങ്കിൽ മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് കഴുത്തിനാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. എന്തായാലും പരിക്ക് ഗുരുതരമല്ല. പക്ഷേ എങ്കിൽ പോലും വിഷ്ണു പ്രസാദിനെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഈ അപരിചിതനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇയാളെ മുൻപ് അവിടെയൊന്നും കണ്ടിട്ടില്ല എന്നുകൂടി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷ്ണു പ്രസാദും ഈ ആക്രമിച്ച വ്യക്തിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആളെ ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പോലീസ് കേസെടുത്ത് സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഈ അപരിചിതനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ശരി, കൊടുങ്ങല്ലൂരിലാണ് ബസ് കാത്തുനിന്ന യുവാവിന് നേരെ സമയം ചോദിച്ചെത്തിയ ആൾ ആക്രമണം ഉണ്ടായത്. ശ്രീനാരായണപുരം പുതുമനപ്പറമ്പ് സ്വദേശി വിഷ്ണു പ്രസാദിനെയാണ് മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആക്രമിച്ചത്. കഴുത്തിന് പരിക്കേറ്റ വിഷ്ണു പ്രസാദിനെ കൊടുങ്ങല്ലൂർ മോഡൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവരങ്ങളാണ് സാരംഗ് നൽകിയത്.